വീട്ടിൻ്റെ കട്ടിലെവെപ്പ് ചടങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് അമ്മ പറഞ്ഞത് ചായ വെക്കാനുള്ള പാല് വാങ്ങിയിട്ടില്ലാന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് പാലൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടെടുക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ മെയിൻ താരമായ കട്ടിലയും ജനലൊക്കെ ആശാരി കൊണ്ടുവന്നത്. നമ്മൾ അല്ലിക്കുട്ടിയെല്ലാം ഫുൾ ഓൺ പവറായിട്ട് എൻ്റെ ഒക്കത്ത് ഇരിപ്പുണ്ട്. അവിടെ എത്തിപ്പാട് തന്നെ ആ വീട്ടിലെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടൊക്കെ കൈമേലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പൂജയ്ക്ക് തുടങ്ങി എല്ലാവരും അരിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാവരും കൂടി നമ്മൾ കട്ടിൽവെപ്പ് ചടങ്ങിലേക്ക് കടന്നു. കട്ടിലൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വെക്കാൻ വേണ്ടി പൂക്കളും മുണ്ടും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചടങ്ങ് കാണുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കേണ്ട കൃത്യസമയത്തിന് നമ്മൾ പൂച്ച സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പൂച്ച സാറോട് 2 വർത്താനൊക്കെ പറഞ്ഞ് നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ. അടുക്കളയിലാണ് ബേക്കറിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ